ഇന്നൊരു ഗ്രീൻ ആപ്പിൾ അച്ചാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അടിപൊളി അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ആപ്പിളാണ് എടുത്തിരിക്കുന്നത്, ഒരു ഗ്രീൻ ആപ്പിൾ. അപ്പോൾ അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. കുരുവും അതിൻ്റെ ആ മുകളിലത്തെ ഭാഗമൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് മാങ്ങ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കുക. അതിൻ്റെ തൊലി ചെത്തി കളയുന്നില്ല. ഇതൊരു മധുരവും പുളിയില്ലാത്തൊരു ആപ്പിളാണ് കേട്ടോ. സാധാരണ ആപ്പിളിന് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അത് കഷ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മാങ്ങ അരിയുന്ന പോലെ തന്നെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കഴിഞ്ഞാൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം. ഇതൊന്ന് പച്ചച്ചൊവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു തവിക്ക് ആണ് മുളക് പൊടി ഇടുന്നത് കേട്ടോ. അതിൽ ഒരു ചെറിയ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും നമ്മളെ സാധാരണ മുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളിൽ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. മാങ്ങയൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം മാങ്ങയിൽ നിന്നൊക്കെ ഇറങ്ങി വരും. പക്ഷെ ഇതിൽ വെള്ളം കണ്ടൻറ്റ് കുറവുള്ളൊരു ആപ്പിളാണ്. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട്
ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതൊരു മധുരവും ഇല്ല പുളിയില്ലാത്തൊരു ആപ്പിളാണ്, അപ്പോൾ അതിലേക്ക് പഞ്ചസാര എന്തായാലും ചേർക്കണം. അല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി. പക്ഷെ ഇവിടെ മധുരമുള്ള ഒരു അച്ചാറാണ് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതൊരു ചെറിയ സ്പൂണിൽ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ആപ്പിളച്ചാറ്. നല്ല അടിപൊളി അച്ചാറാണ്. താങ്ക് യു.